ഒന്നാം വർഷ VHSC കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള മാനേജ്മെൻറ്റ് വിഷയത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ അധ്യായം ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, യൂണിറ്റ് 2 ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, മാനേജ്മെൻറ്റ് ചിന്തയുടെ പരിണാമം. മാനേജ്മെൻറ്റ് എന്ന വിഷയം മനുഷ്യൻ്റെ സംസ്കാരത്തോളം മനുഷ്യൻ കൂട്ടമായി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയ കാലത്തോളം പഴക്കമുള്ള ഒരു വിഷയമാണ്. സമൂഹം വികാസം പ്രാപിച്ചു തുടങ്ങിയ സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ പരിശീലനം പ്രസക്തമായി വന്നു. പള്ളികളിൽ, അമ്പലങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, ഗവൺമെൻറ് എന്നീ ബിസിനസ്, നോൺ ബിസിനസ് മേഖലകളിലെല്ലാം തന്നെ, ഓർഗനൈസേഷനുകളിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം, വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി യന്ത്രത്തിൻ്റെ ഉപയോഗവും മനുഷ്യ അധ്വാനത്തിൻ്റെ ഉപയോഗവും വൻതോതിൽ കൂടി. ഇത്തരത്തിൽ ഉപയോഗം വർദ്ധിച്ച അവസരത്തിൽ, മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെയും യന്ത്രത്തിൻ്റെയും ഉപയോഗം വർദ്ധിച്ച അവസരത്തിൽ ഇതിനെ ഏകോപിപ്പിക്കുന്നതിനും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനും മാനേജ്മെൻറ്റ് ആവശ്യമായി വന്നു. ഒരു മാനേജ്മെൻറ്റ് ആവശ്യമായി വന്നു. 19-ാം നൂറ്റാണ്ടിൽ വിവിധ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശവും മാനേജ്മെൻറ്റും 2 ഘടകങ്ങളാണെന്നുള്ള തിരിച്ചറിവുണ്ടായി. അത്തരത്തിൽ മാനേജ്മെൻറ്റ് എന്ന ചിന്ത നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിന് ഉണ്ടായ മാറ്റമാണ്. പല സ്റ്റേജുകളിലൂടെ കടന്നു വന്ന മാനേജ്മെൻറ്റിന് ഇങ്ങനെ വന്ന മാറ്റത്തെ വിവിധ സിദ്ധാന്തങ്ങളിലൂടെയാണ് പ്രമുഖരായ വ്യക്തികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. പ്രധാനമായും ഈ മാറ്റത്തിന്, പരിണാമത്തിന് 3 സ്കൂൾസ് ഓഫ് തോട്ട്, 3 ചിന്താമണ്ഡലങ്ങളായി തരംതിരിച്ചാണ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. There are 3 മെയിൻ സ്കൂൾസ് ഓഫ് തോട്ട്, 3 ചിന്താമണ്ഡലങ്ങൾ, ചിന്താ മേഖലകൾ. 1 ക്ലാസിക്കൽ അപ്രോച്ച്, 2 നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, 3 മോഡേൺ അപ്രോച്ച്. ഇങ്ങനെ 3 സ്കൂൾസ് ഓഫ് തോട്ടാണ് മാനേജ്മെൻറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട്. നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ അപ്രോച്ച്, ഒന്നാമത്തെ അപ്രോച്ചാണ് ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ച് ഈസ് ദ ഓൾഡസ്റ്റ് തിയറി ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന സിദ്ധാന്തമാണ് ക്ലാസിക്കൽ അപ്രോച്ച്. സോ ഇറ്റ് ഈസ് കാൾഡ് ദ ട്രഡീഷണൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ്. ഇതിനെ ട്രഡീഷണൽ തിയറി എന്ന് അതുകൊണ്ട് വിളിക്കുന്നു. മാനേജ്മെൻറ്റ് തിയറികളെ, സ്കൂൾസ് ഓഫ് തോട്ടിനെ 3ആയി തരംതിരിച്ചു. ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. അതിൽ ഒന്നാമത്തതാണ് ക്ലാസിക്കൽ അപ്രോച്ച്. ഈ ക്ലാസിക്കൽ അപ്രോച്ച് ഏറ്റവും പഴക്കം ചെന്നതാണ്. അതുകൊണ്ട് ഇതിനെ പരമ്പരാഗതമായ തിയറി എന്നാണ് വിളിക്കുന്നത്. ഈ ക്ലാസിക്കൽ അപ്രോച്ചിനെ ഇനി 3 തിയറികളായി തരംതിരിക്കാം. ക്ലാസിക്കൽ അപ്രോച്ച് ഇൻക്ലൂഡ്സ് 3 തിയറീസ്, മെയിൻ 3 തിയറീസ്. 3 പ്രധാനപ്പെട്ട തിയറികളാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ ഉള്ളത്. 1 ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി, ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സിദ്ധാന്തം. 2 ഫയോൾസ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി, ഫയോളിൻ്റെ ഭരണപരമായ മാനേജ്മെൻറ്റ് തിയറി.
മൂന്ന് വെബേഴ്സ് ബ്യൂറോക്രസി തിയറി, വെബറുടെ ഉദ്യോഗസ്ഥ മേധാവിത്വ സിദ്ധാന്തം. ഇങ്ങനെ 3 തിയറികളാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ ഉള്ളത്. നമുക്ക് ക്ലാസിക്കൽ അപ്രോച്ചിലെ 3 തിയറികളിൽ ആദ്യത്തെ തിയറി പഠിക്കാം. ഒന്നാമത്തെ തിയറി ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി, ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സിദ്ധാന്തം. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ അല്ലെങ്കിൽ FW ടൈലർ, ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സിദ്ധാന്തം. ക്ലാസിക്കൽ അപ്രോച്ചിലെ ഒന്നാമത്തെ തിയറി എന്താണെന്ന് നോക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന കൺസെപ്റ്റ് എന്ന വിവക്ഷ അവതരിപ്പിച്ചത് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആയിരുന്നു. USA-ലാണ് 20-ാം നൂറ്റാണ്ടിൽ. The concept of scientific management was introduced by Frederick Winslow Taylor in USA in 20th century. 20-ാം നൂറ്റാണ്ടിൽ USA-ൽ FW ടൈലർ അവതരിപ്പിച്ച മാനേജ്മെൻറ്റ് വിവക്ഷയാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. Scientific management was concerned with improving the operational efficiency at the shop floor level. Improving the operational efficiency at the shop floor level. Shop floor, ഷോപ്പിൻ്റെ തറനിരപ്പിൽ നിന്ന് തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിദ്ധാന്തമാണ് scientific management theory. Scientific management is concerned with knowing exactly what you want men to do and seeing that they do it in the best and cheapest way. എന്താണോ ആളുകളെ കൊണ്ട് കൃത്യമായി ചെയ്യിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും അത് അവർ ഏറ്റവും നല്ല രീതിയിലും ചെലവ് കുറഞ്ഞ രീതിയിലും ചെയ്യുന്നോ എന്ന് നോക്കുകയും ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. 20-ാം നൂറ്റാണ്ടിൽ USA-ലാണ്, അമേരിക്കൻ ഐക്യനാടുകളിലാണ് FW ടൈലർ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന വിഷയം അവതരിപ്പിച്ചത്. ഇതിൽ പറഞ്ഞത് ഷോപ്പ് ഫ്ലോർ ലെവൽ, ഷോപ്പിൻ്റെ തറനിരപ്പിൽ നിന്ന് ഓപ്പറേഷണൽ എഫിഷ്യൻസി, പ്രവർത്തന കാര്യക്ഷമത മികവുറ്റതാക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സിദ്ധാന്തം പറഞ്ഞത്. ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണോ ആളുകൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ FW ടൈലർ പറഞ്ഞിട്ടുള്ളത്. ടൈലർ ഗേവ് എംഫസിസ് ഓൺ സോൾവിങ് മാനേജീരിയൽ പ്രോബ്ലംസ് ഇൻ എ സയൻറ്റിഫിക് വേ. ടൈലർ ഊന്നൽ നൽകിയത് മാനേജീരിയൽ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിനാണ്. ടൈലർ ഗേവ് എംഫസിസ് ഇൻ സോൾവിങ് മാനേജീരിയൽ പ്രോബ്ലംസ് ഇൻ എ സയൻറ്റിഫിക് വേ. ശാസ്ത്രീയമായ രീതിയിൽ മാനേജീരിയൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഊന്നൽ നൽകി. സോ ഹി ഈസ് കാൾഡ് ആസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇദ്ദേഹത്തെ ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. FW ടൈലറെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഹി ഈസ് കാൾഡ് ആസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ നോക്കാം. ടൈലർ USA-ലെ
മിഡ്വെയിൽ സ്റ്റീൽ കമ്പനിയിൽ ഒരു വർക്കറായിട്ടാണ് ജോലി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ജോലി ആരംഭിക്കുന്നതിന് വെറും ഒരു വർക്കറായിട്ടാണ് മിഡ്വെയിൽ സ്റ്റീൽ കമ്പനി ഇൻ യു എസ് എയിലെ മിഡ്വെയിൽ സ്റ്റീൽ കമ്പനിയിൽ. അവസാനം അദ്ദേഹം അവിടുത്തെ സൂപ്പർവൈസറായി, അതേ കമ്പനിയിലെ സൂപ്പർവൈസറായി. ലേറ്റർ ഹി ബിക്കെയിം സൂപ്പർവൈസർ ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് സ്റ്റഡീസ് ആൻഡ് കംപ്ലീറ്റഡ് ഹിസ് മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ്. പിന്നീട് അദ്ദേഹം അതേ കമ്പനിയിൽ സൂപ്പർവൈസറായി പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി. അതിനുശേഷം യു എസ് എയിൽ തന്നെ ബത്ലഹേം സ്റ്റീൽ കമ്പനിയിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. ഹി പബ്ലിഷ്ഡ് മെനി പേപ്പേഴ്സ് ആൻഡ് ബുക്സ് റിഗാർഡിംഗ് സയന്റിഫിക് മാനേജ്മെന്റ്. ശാസ്ത്രീയ മാനേജ്മെന്റിനെ കുറിച്ച് ധാരാളം പ്രബന്ധങ്ങൾ, ബുക്കുകൾ ഒക്കെ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയുന്നു. സയന്റിഫിക് മാനേജ്മെന്റിൽ പറഞ്ഞത് ഷോപ്പ് ഫ്ലോർ ലെവലിലുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒന്നാമത് പറഞ്ഞത് ഷോപ്പ് ഫ്ലോർ ലെവലിലുള്ള തറനിരപ്പിലുള്ള പ്രവർത്തന കാര്യക്ഷമത കൂട്ടുക. 2, ആളുകൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും ഏറ്റവും മികച്ച രീതിയിലും അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുക. 3, മാനേജീരിയൽ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ പരിഹരിക്കുക. 4 പറഞ്ഞത് FW ടൈലറെ ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ തിയറിയാണ് ക്ലാസിക്കൽ അപ്രോച്ചിലെ രണ്ടാമത്തെ തിയറി, ഫെയോൾസ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി. ഫെയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി, ഭരണപരമായ മാനേജ്മെന്റ് സിദ്ധാന്തം. ഹെൻറി ഫെയോൾ ഊന്നൽ നൽകിയത് മാനേജിങ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, ഒരു സ്ഥാപനത്തെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതിനാണ് ഊന്നൽ നൽകിയത്. എന്നാൽ ടൈലർ അതല്ല, പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയ്ക്കാണ് ഊന്നൽ നൽകിയത്. ടൈലേഴ്സ് തിയറി ഫോക്കസ്ഡ് ഓൺ പ്രൊഡക്ടിവിറ്റി, വെറാസ് ഫെയോൾസ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ മാനേജിങ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഓർഗനൈസേഷനെ, സംഘടനയെ, സ്ഥാപനത്തെ മൊത്തത്തിൽ മാനേജ് ചെയ്യുക, അതിനാണ് ഊന്നൽ നൽകിയത്. ഫെയോൾ വാസ് കൺസേൺഡ് വിത്ത് ജനറൽ മാനേജ്മെന്റ് ആൻഡ് ഓവറോൾ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഫെയോളിൻ്റെ തിയറി പറയുന്നത് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് മൊത്തത്തിലുള്ള പൊതുവായ മാനേജ്മെൻറ്റും അതിൻ്റെ നിയന്ത്രണവും, പൊതുവായ മാനേജ്മെൻറ്റും നിയന്ത്രണവും, അതാണ് ഫെയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഹിസ് വർക്ക് വാസ് റിലേറ്റഡ് മോർ ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെല്ലാം, ഇദ്ദേഹത്തിൻ്റെ തിയറികളെല്ലാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. കൂടുതൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഫെയോളിൻ്റെ തിയറി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഫെയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി, ഹെൻറി ഫെയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി, ഭരണപരമായ മാനേജ്മെൻറ്റ് സിദ്ധാന്തം, ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഫെയോളിൻ്റെ
തിയറി ബന്ധപ്പെട്ടിരിക്കുന്നത് ജനറൽ മാനേജ്മെൻറ്റ്, പൊതുവായ മാനേജ്മെൻറ്റ്, ആൻഡ് ഓവറാൾ കൺട്രോൾ, മൊത്തത്തിലുള്ള നിയന്ത്രണം ഓഫ് ദി ഓർഗനൈസേഷൻ, സ്ഥാപനത്തിൻ്റെ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പൊതുവായ മാനേജ്മെൻറ്റ്, മൊത്തത്തിലുള്ള നിയന്ത്രണം, ഇതുമായി ബന്ധപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി. ഫയോളിൻ്റെ തിയറി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹെൻറി ഫയോൾ ഫ്രഞ്ച് കോൾ ആൻഡ് അയൺ കമ്പനിയിൽ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവായിട്ടാണ് ജോലി തുടങ്ങിയത്. അദ്ദേഹം ഇതേ കമ്പനിയിലെ ഡയറക്ടറായി സ്ഥാനക്കയറ്റം ചെയ്യപ്പെട്ടു. ആലോചിച്ച് നോക്കിയേ, ജൂനിയർ എക്സിക്യൂട്ടീവായി ജോലി തുടങ്ങിയ അതേ കമ്പനിയിലെ ഡയറക്ടറായി ഹെൻറി ഫയോൾ. ഇദ്ദേഹം ജോലി നോക്കുന്ന അവസരത്തിൽ നിലവിലിരുന്ന ഒരു ധാരണ, മാനേജേഴ്സ് ആർ ബോൺ, മാനേജേഴ്സ് ജന്മന ഗുണങ്ങളുമായി ജനിച്ച് വീഴുന്നവരാണ്, ആൻഡ് നോട്ട് മെയ്ഡ്, ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല മാനേജർമാരെ എന്നായിരുന്നു അന്ന് നിലവിലിരുന്ന ധാരണ. ഹി ഒപ്പോസ്ഡ് ദിസ് വ്യൂ, അദ്ദേഹം ഈ വീക്ഷണത്തെ എതിർത്തു, ഈ വാദഗതിയെ എതിർത്തു. അന്ന് നിലവിലിരുന്ന ഒരു ധാരണ, മാനേജേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. He opposed this view and said that managers need not necessarily be born. മാനേജേഴ്സ് ഗുണങ്ങളുമായിട്ട്, മാനേജറുടെ ഗുണങ്ങളുമായി ജനിക്കേണ്ട കാര്യമൊന്നുമില്ല. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, അടിസ്ഥാനപരമായ മാനേജ്മെൻറ്റ് തത്വങ്ങൾ ആളുകളെ പഠിപ്പിച്ച് മാനേജർമാരാക്കിയെടുക്കാം എന്ന് സമർത്ഥിച്ചു ഹെൻറി ഫയോൾ. ശ്രദ്ധിക്കണം, ഹെൻറി ഫയോൾ ജോലി നോക്കുന്ന അവസരത്തിൽ നിലവിലിരുന്ന ധാരണയായിരുന്നു, മാനേജർമാര് ജന്മന ഗുണഗണങ്ങളുമായി വരുന്നവരാണ്, അല്ലാതെ മാനേജർമാരെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല എന്നായിരുന്നു. ഹെൻറി ഫയോൾ ഈ വാദഗതിയെ എതിർത്തു. ഹെൻറി ഫയോൾ പറഞ്ഞ്, മാനേജർമാര് ജന്മന വരികയൊന്നും വേണ്ട, മാനേജർമാരെ മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിച്ച് മാനേജർമാരാക്കിയെടുക്കാൻ കഴിയുമെന്ന് സമർത്ഥിച്ചു. ശ്രദ്ധിക്കണേ, there was a general belief prevailing at that time that managers are born and not made. അന്ന് നിലവിലിരുന്ന ഒരു പൊതുവായ വിശ്വാസമായിരുന്നു, മാനേജർമാരെ ഉണ്ടാക്കാൻ കഴിയില്ല, മാനേജർമാർ ജന്മന മാനേജർമാരുടെ ഗുണങ്ങളുമായി ജനിച്ചു വീഴുകയാണ് എന്ന ഒരു വിശ്വാസമായിരുന്നു അന്ന് നിലവിലിരുന്നത്. ഹി ഒപ്പോസ്ഡ് ദിസ് വ്യൂ, ഈ വാദഗതിയെ, ഈ വീക്ഷണത്തെ എതിർത്തു ഫയോൾ. ആൻഡ് സെഡ് ദാറ്റ് മാനേജേഴ്സ് നീഡ് നോട്ട് നെസസറിലി ബി ബോൺ, മാനേജർമാർ ജന്മന ഗുണങ്ങളുമായി ജനിച്ചു വീഴുകയൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അണ്ടർലൈങ് ദ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ ക്യാൻ ബി ടോട്ട് ടു ദ പീപ്പിൾ, ആളുകളെ പഠിപ്പിക്കാം. ആൻഡ് ദസ് മാനേജേഴ്സ് ക്യാൻ ബി മെയ്ഡ്, ഇങ്ങനെ മാനേജർമാരെ ഉണ്ടാക്കിയെടുക്കാം. ഫയോളിനെ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഹെൻറി ഫയോൾ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. ശ്രദ്ധിക്കണം, ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു സ്കോറിനൊക്കെ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണ്, മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണ് എന്ന ഒരു ചോദ്യവും ചോദിക്കാം. ഇതോരോന്ന് പറയുന്നതും ശ്രദ്ധയിൽ വയ്ക്കുക. ഫയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറിയുടെ പ്രധാനപ്പെട്ട 5 പോയിൻ്റ് പറയുകയാണ്, ശ്രദ്ധിക്കുക. ഹെൻറി ഫയോളിൻ്റെ ഭരണപരമായ മാനേജ്മെൻറ്റ് സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് പറയുന്നത്. 1, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി ഫോക്കസ്ഡ് ഓൺ മാനേജിങ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി
സ്ഥാപനത്തെ അല്ലെങ്കിൽ സംഘടനയെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതിനാണ് ഊന്നൽ നൽകിയത്. സ്ഥാപനത്തെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതിനാണ് ഊന്നൽ നൽകിയത്. ഒന്നാമത്തെ പോയിന്റ്. 2, ദിസ് തിയറി റിലേറ്റഡ് മോർ ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി റിലേറ്റഡ് മോർ ടു ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി, ഭരണപരമായ മാനേജ്മെന്റ് സിദ്ധാന്തം ഉയർന്ന തലത്തിലുള്ള മാനേജ്മെന്റുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഹി ഒപ്പോസ്ഡ് ദ വ്യൂ മാനേജേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. മാനേജർമാർ ജന്മനാ ഗുണങ്ങളുമായി ഉണ്ടാവുകയാണ്, അല്ലാതെ ഉണ്ടാക്കിയെടുക്കുകയല്ല എന്ന വീക്ഷണത്തെ ഫയോൾ എതിർത്തു. നാലാമത് പറഞ്ഞത്, ഹെൻറി ഫയോൾ സെഡ് മാനേജേഴ്സ് നീഡ് നോട്ട് നെസസറിലി ബി ബോൺ. മാനേജർമാർ ജന്മന ഗുണങ്ങളുമായിട്ട് ജനിക്കേണ്ട കാര്യമൊന്നുമില്ല, ജന്മന വരേണ്ട കാര്യമൊന്നുമില്ല. മാനേജ്മെൻറ്റ് തിയറീസ് ക്യാൻ ബി ടോട്ട്. മാനേജ്മെൻറ്റ് തിയറി പഠിപ്പിക്കാം. ആൻഡ് മാനേജേഴ്സ് ക്യാൻ ബി മെയ്ഡ്. മാനേജർമാരെ ഉണ്ടാക്കിയെടുക്കാം. അതാണ് നാലാമത് പറഞ്ഞത്. അഞ്ചാമത് പറയുന്ന പോയിന്റ്, ഫയോൾ, ഹെൻറി ഫയോൾ ഈസ് കാൾഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. ആധുനിക മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഹെൻറി ഫയോൾ.